റെസിപ്പി പറയാമോ? റെസിപ്പി പുറത്ത് പറയാൻ പറ്റത്തില്ല. എന്തോ മറ്റേ എന്തെങ്കിലും വെക്കണോ? കാരണം വെട്ടി തിരിച്ച് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടോ? ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. കൊച്ചു പേടിച്ചു കേട്ടാ. ഓക്കെ, ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം നാളെ സൺഡേ. നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, ഒരു 3-4 ഫ്രണ്ട്സ് വിത്ത് ഫാമിലി, ചെറിയൊരു ഗെറ്റ് ടുഗദർ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച്. അപ്പം നമ്മൾ വീണ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്. വീണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് റെഡി ആയിട്ട് അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഓർഡറെ വീട്ടിലോട്ട് പോകണം. ആദ്യം എക്സൈറ്റഡ് ആണ്. ആദ്യം ഫ്രണ്ടുണ്ട് അവിടെ കളിക്കാൻ. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചില്ല. ആദ്യക്ക് ഇപ്പോഴും നാട് ഇഷ്ടം. ആദ്യം 2-2.5 വയസ്സ് വരെ നാട്ടിലാണ് നിന്നത്. അതുകൊണ്ട് ആദ്യം ഇപ്പോഴും നാട്ടില് ഇവിടാണോ UK ആണോ നാടാന്ന് ചോദിച്ചാൽ ആദ്യം ഇപ്പം നാട്ടിൽ പോകണമെന്ന് നടത്തുള്ളൂ. കാരണം അവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ എന്താ ആദ്യം നാട്ടിൽ പോകാൻ എന്താ ഇഷ്ടം? അതിലെ ബ്രദറുണ്ടോ? ആരാ? വേദുവോ? പിന്നെ ആദി, പിന്നെ കുഞ്ഞുണ്ണി, പിന്നെ ഒരാളുണ്ടല്ലോ, പാറുക്കുട്ടി. ആര്? ഹായ്. ഓക്കെ, നേരെ ഇനിയും അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ ഇങ്ങ് പോരും. എന്തോ സ്പെഷ്യൽ പാവം കഷ്ടപ്പെട്ട് വീഡിയോയുടെ 00 കാണുന്നുണ്ട്. മുഴുവൻ കാണോ? എന്നാ കൊടുക്കും. അളിയ, നിങ്ങൾ എന്റെ വീഡിയോ ഫുള്ള് കാണുമെന്നാണല്ലോ പറഞ്ഞത് ആകാശ് ബ്രോ. നിങ്ങൾ എന്റെ വീഡിയോ ഫുള്ള് കാണുമെന്നാണല്ലോ പറഞ്ഞേ. ഒരു ദുർബല നിമിഷത്തിൽ ഇന്നത്തെ കണ്ടില്ലല്ലേ, ഇന്നലെ വരെ കണ്ടത്. എന്നാ പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ ചോപ്സ് ഇവിടെ മുട്ടുവന്നിരിക്കുന്നുണ്ട്. മണിക്കൂർ ഒന്നായി പുള്ളി ഇറപ്പിച്ചുകൊണ്ട് നമുക്ക് ടച്ചിങ്സ് പറയല്ലേ. നമുക്ക് ജസ്റ്റ് കഞ്ഞിയുടെ കൂടെ മുക്കി അടിക്കാം. അജിത്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മൂത്ത വ്യക്തി. നീ എടുക്കണ്ട, നല്ലത്. ഇത് ആകാശ് ബ്രോ, എന്റെ ഏറ്റവും ഇളയതെന്ന് പറയും. എന്റെ ഫാനാണ് ബ്രോ. ഇവിടെ നമ്മളെ ജൂലി ചേച്ചി ഇവിടെ ഷവായി ഉണ്ടായി. ഷവായി ഒരു ഗുമ്മ തള്ളാനാണെങ്കിൽ തള്ളാൻ വിളിക്കും. നിങ്ങളൊക്കെ തള്ളാൻ പറ്റുമോ? ഷിൻഡോട്ടനാണ് ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് പോയത്. മകളും വരൂ, സപ്പോർട്ട് കൊടുക്കാം അവിടെ. ഇപ്പൊ നമ്മളെ വേണ്ടെന്ന് കാര്യം കഴിയുമ്പോ നമ്മളെ ഒഴിവാക്കുന്നതാണല്ലോ ഇവിടുത്തെ മെയിൻ. ഈ ഷിൻഡോ അങ്ങനെ പറയുന്നത് അവ ഒന്നാമത് കുളിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ മോശം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് അടി വെച്ചിട്ട് ആ ബേസ് അടിയിൽ വെക്കണ്ടേ. ഇതിന്റെ റെസിപ്പി പറയാമോ? റെസിപ്പി പുറത്ത് പറയാൻ പറ്റത്തില്ല. പോർക്ക് ചോപ്സ് ഉണ്ടാക്കിയതിന്റെ ഇച്ചിരി മിച്ചം വന്ന സാധനം എടുത്തിട്ട് നമ്മൾ അടിച്ചു കയറ്റുക. അപ്പൊ പോർക്ക് ചോപ്സിന്റെ മസാല പ്ലസ് എത്ര വ്യൂസ് ഉണ്ടെന്നാ പറഞ്ഞ വീഡിയോക്ക്? 9 വ്യൂസ്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ 9 വ്യൂസ്. ഓക്കെ കേട്ടല്ലോ. ഇത് അപ്ലോഡ് ചെയ്യും. ഇത് അപ്ലോഡ് കളിയാ 5 വർഷം കഴിഞ്ഞ് നമുക്ക് കാണണം. അല്ല, ഇത് കുഴപ്പമൊന്നുമില്ല. അവൻ അപ്ലോഡ് ചെയ്യട്ടെ. ഞാൻ പുതിയ ചാനൽ ഉണ്ടാക്കും. എന്നിട്ട് അവന്റെ വോയിസ് മാത്രം അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഇവിടെയാണോ പൗഡർ? മറ്റേ എന്തെങ്കിലും വെക്കണോ? കാരണം വെട്ടി തിരിച്ച് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടോ? അങ്ങനെ കളിയാക്കണ്ട. അങ്ങനൊന്നും അത്രയൊന്നും അങ്ങനൊന്നുമില്ല.
അവര് അല്ലല്ല, ഞാൻ തല കൊണ്ടല്ല പറഞ്ഞത്, ഞാൻ ചിരി കൊണ്ടുള്ള കാര്യം പറഞ്ഞത്. മോന് ബ്ലോഗ് എന്നെ വെച്ചിട്ട് അവന് കണ്ടന്റ് കണ്ടന്റ് കാര്യത്തിലാണ് രണ്ടാമത്തെ വട്ടം കംപ്ലൈന്റ് പറഞ്ഞേ. നിങ്ങൾ ആദ്യത്തെ കംപ്ലൈന്റ് പറഞ്ഞ, ഞാൻ ആദ്യത്തെ കംപ്ലൈന്റ് കേട്ടില്ല, പറഞ്ഞില്ലല്ലോ. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി രാത്രി 12:30 ആയി. 12:30 ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് രാവിലെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യും എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.